Hi students, first semester BSc Mathematics Module 2 sets അതിൻ്റെ അടുത്ത പാർട്ടാണ് ഫങ്ഷൻസ്. നമ്മൾ +1 +2 പഠിച്ച റിലേഷൻ ആൻഡ് ഫങ്ഷൻ അവിടെ പഠിച്ച കാര്യങ്ങൾ അത് തന്നെ ഉള്ളൂ നമുക്കിപ്പോഴും പഠിക്കാം. അപ്പോൾ അവിടെ എന്താ നമ്മൾ പഠിച്ചത്? രണ്ട് സെറ്റുണ്ട്, എയും ബിയും. ആദ്യത്തെ സെറ്റിനെ നമ്മൾ ഡൊമൈൻ എന്നും രണ്ടാമത്തെ സെറ്റിനെ നമ്മൾ കോഡൊമൈൻ എന്ന് വിളിക്കുന്നു. ഡൊമൈനിൽ നിന്ന് കോഡൊമൈനിലേക്കുള്ള ഒരു മാപ്പിംഗ്, അതിനെ ഫങ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ നമ്മുടെ ഡൊമൈനകത്തെ ഓരോ എലമെൻറ്റിനും എന്താണ്, കോഡൊമൈനകത്ത് ഒറ്റ ഒരു ഇമേജേ കാണാവൂ. ഒരാൾക്ക് ഒരു ഇമേജേ കാണാം, അല്ലാതെ ഒരാൾ രണ്ട് പേരിലോട്ട് പോലെ ഇവിടുത്തെ ഒരാളിലോട്ടേ പോകാം. ഇപ്പോൾ ഇവിടെ നോക്കി, ലെറ്റ് എ ആൻഡ് ബി ബി നോൺ എംപ്റ്റി സെറ്റ്. എ ഫങ്ഷൻ ഫ്രം എ ടു ബി ഈസ് ആൻ അസൈൻമെന്റ് ഓഫ് എക്സാക്ട്ലി വൺ എലമെന്റ് ഓഫ് ബി ടു ഈച്ച് എലമെന്റ് ഓഫ് എ. അതായത് ഇവിടെ ബിക്കകത്തെ ഒരാൾ, ഞാൻ പറഞ്ഞ എന്തോ, എയിലെ ഓരോ എലമെൻറ്റും ബിയിലെ ഒറ്റ ഒരാളിലോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, ബിക്കകത്തെ ഒരു എലമെൻറ്റ്, എക്സാക്ട്ലി വൺ എലമെൻറ്റ് ഇവിടെ ഒരാളിൽ നിന്നേ വരത്തുള്ളൂ. അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ എഫ് ഓഫ് എ ഇസ് ഇക്വൽ ടു ബി ഇഫ് ബി ഈസ് എ യുണീക്ക് എലമെൻറ്റ് ഓഫ് ബി assigned by the function f to the element a of a. Functions are also called mappings or transformation. Function f from a to b can also defined in the transformation from a to b. It can be written as a subset of a cross b. If f is a function from a to b, we say that a is the domain of f and b is the codomain of f. If f of a is equal to b, then we said b is the image of a and a is the preimage of b. ഇനി ഇമേജസ് വരുന്ന എലമെൻസിൻ്റെ കളക്ഷനെയാണ് റേഞ്ച് എന്ന് വിളിക്കുന്നത്. ദ റേഞ്ച് ഓഫ് എഫ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഇമേജസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ. ഇസഡിൽ നിന്ന് ഇസഡിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എഫ് അസൈൻ ദ സ്ക്വയർ ഓഫ് ഇൻറ്റിജർ ടു ദ ഇൻറ്റിജർ. അതായത് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്താണ്? ഇസഡ് ആണ്. റേഞ്ച് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആൻസർ വരുന്നത്. അപ്പോൾ 0, 1, 4, 9, 16 etc. Let f be the function that assign the last two bits of a bit string of length 2 or greater to that string. അതായത് എക്സാമ്പിൾ എന്ന് വെച്ചാൽ എഫ് ഓഫ് 1 1 0 0 0 1 0, അതിനെ 1 0 എന്ന് വിളിക്കുന്നു. ഡൊമൈൻ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ ബിറ്റ് സ്ട്രിങ്സ് ഓഫ് ലെങ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. റേഞ്ച് എന്ന് വെച്ചാൽ ഇവിടെ 0 0 0 1 1 0 1 1. കാരണം 0യും 1 ഉപയോഗിച്ച് രണ്ടെണ്ണം വരുന്ന ഏതാ? 0 0 0 1 1 0 1 1. Let f1 and f2 be the functions from a to b, then f1 plus f2, f1 into f2 are also from a to r. ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? f1 പ്ലസ് f2 ഓഫ് എക്സിനെ f1 ഓഫ് എക്സ് പ്ലസ് f2 ഓഫ് എക്സ് എന്നും f1 ഇൻറ്റു f2 ഓഫ് എക്സിനെ നമ്മൾ f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് എക്സ് എന്നും വിളിക്കുന്നു. ഒരു എക്സാമ്പിളാണ് f1 f2. f1നെ എക്സ് സ്ക്വയർ എന്നും f2നെ എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്നും ഡിനോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ f1 പ്ലസ് f2, f1 ഇൻറ്റു f2 എന്താ വരും? കണ്ടോ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് എന്ന് കിട്ടി, ഇവിടെ ഇൻറ്റു ആണ്. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി ഇമേജ് ഓഫ് എ സെറ്റ്. എഫ് ഫ്രം എ ടു ബി ആൻഡ് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ദ ഇമേജ് ഓഫ് എസ് അണ്ടർ ദ ഫംഗ്ഷൻ എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഇമേജസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്. അതായത് എഫ് ഓഫ് എസ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ ടി സച്ച് ദാറ്റ് ദെയർ എക്സിസ്റ്റ് എസ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എസ് സച്ച് ദാറ്റ് എഫ് ഓഫ് എസ് ഈസ് ഇക്വൽ ടു ടി. അതായത് എസിനകത്തെ എലമെൻസിൻ്റെ കളക്ഷനെയാണ് എഫ് ഓഫ് എസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നോക്കി, എ എന്ന് പറഞ്ഞ സെറ്റ് എ ബി സി ഡി ഇ, ബി എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 4, എഫ് ഓഫ് എ 2 ആണ്, എഫ് ഓഫ് ബി 1 ആണ്, എഫ് ഓഫ് സി 4 ആണ്, എഫ് ഓഫ് ഡി 1 ആണ്, എഫ് ഓഫ് ഇ 1 ആണ്. ഫൈൻഡ് ദ ഇമേജ് ഓഫ് എസ് വെയർ എസ് എന്ന് പറഞ്ഞാൽ ബി സി ഡി. ഇപ്പോൾ ബിയുടെ ഇമേജ് 1, സിയുടെ ഇമേജ് 4, ഡിയുടെ ഇമേജ് 1. അപ്പോൾ ഇമേജ് എന്ന് വെച്ചാൽ 1 4. ഇനി 1 1 ഓൺ ടു ബൈജക്റ്റീവ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 to 1 അഥവാ 1 1 അഥവാ ഇൻജക്റ്റീവ്. എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി എ 1 1 ഓർ ഇൻജക്റ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് f of a equal to f of b implies a equal to b for all a comma b in the domain. അപ്പം ഒരു ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത് എന്തുവാ?
ഡൊമൈനകത്തെ ഡിഫറെൻ്റ് എലമെൻറ്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് വേണം. അതായത് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. വേറൊരർത്ഥത്തിൽ നോക്കുമ്പോൾ കോൺട്രാപോസിറ്റീവ് എഴുതി വെച്ചെന്തുവാ, എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി അങ്ങനെ കിട്ടുവാണെങ്കിൽ 1 1 ആണെന്ന് പറയാം. ക്വാണ്ടിഫയർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഫോർ ഓൾ എ ഫോർ ഓൾ ബി എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി. ഇക്വലൻ്റലി നമ്മൾ മുമ്പ് പറഞ്ഞു ഫോർ ഓൾ എ ഫോർ ഓൾ ബി എ നോട്ട് ഈക്വൽ ടു ബി ഇംപ്ലൈസ് എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി. ഇനി 1 1 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. എഫ് ഫ്രം എ ബി സി ഡി ടു 1 2 3 4 5 വിത്ത് എഫ് ഓഫ് എ 4 എഫ് ഓഫ് ബി 5 എഫ് ഓഫ് സി 1 എഫ് ഓഫ് ഡി 3. അപ്പോൾ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈനകത്തെ 4 എലമെൻറ്റ്സിന് ഇമേജ് വേണം. ഇവിടെ 4 എലമെൻറ്റ്സിന് ഇമേജ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ഇനി 1 1 ആണോ നോക്കുന്നത് എന്തുവാ, ഡിസ്റ്റിങ്ക്റ്റ് നമ്മുടെ ഇമേജസ് ഡിസ്റ്റിങ്ക്റ്റ് കേട്ടോ. 4 5 1 3 ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ. അപ്പോൾ ഇതൊരു 1 1 ഫംഗ്ഷനാണ്. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻഡിജേഴ്സ് എടുത്തു. അപ്പോൾ അത് 1 1 ആകത്തില്ല. കാരണം 1ൻ്റെ സ്ക്വയർ 1 ആണ്, -1ൻ്റെ സ്ക്വയർ 1 ആണ്. അപ്പോൾ ഡൊമൈനകത്തെ 2 പേർക്ക് സെയിം ഇമേജ് കിട്ടി. അത് പറ്റത്തില്ല. നമ്മൾ 2 എലമെൻ്റ് എടുത്ത് അതിൻ്റെ ഇമേജും ഡിഫറൻറ്റ് കിട്ടണം. ഓക്കെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പോൾ ഇതെന്തുവാ, നമ്മൾ ആദ്യമേ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എടുത്തു. അതായത് എക്സ് പ്ലസ് 1 ഈക്വൽ ടു വൈ പ്ലസ് 1 എന്ന് എടുത്തു. 2 സൈഡിലും 1 ക്യാൻസൽ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. അതായത് അത് 1 1 ആണ്. ഇനി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ എഫ് whose domain and codomain are subset of real numbers is called increasing if. അപ്പം ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് പറയുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ എന്തുവാ, ഈക്വൽ ടു ഇല്ല. എക്സ് ലെസ് ദാൻ വൈ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് വൈ. ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ എന്തുവാ, ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ കണ്ടോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ അതാണ് ഇൻക്രീസിങ്. ഇവിടെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇവിടെയും ഗ്രേറ്റർ ദാൻ വരണം. അതെല്ലാം ഇൻക്രീസിങ് ആണ്. എന്നാൽ ഡിക്രീസിങ് അപ്പോൾ ഓപ്പോസിറ്റാണ്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ. അപ്പോൾ ഈക്വൽ ടു വരാത്തത് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അപ്പോൾ ക്വാണ്ടിഫയർ ഉപയോഗിച്ച് നമുക്ക് പറയാം ഇൻക്രീസിങ് ആണെങ്കിൽ ഫോർ ഓൾ എക്സ് ഓർ വൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ. അങ്ങനെ 4 എഴുതാം. ഇനി ഓൺ ടു ഫംഗ്ഷൻ അഥവാ സർജക്റ്റീവ് എന്ന് വെച്ചാൽ കോഡൊമൈന് റേഞ്ചും സെയിം ആവുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കോഡൊമൈനിനകത്ത് എല്ലാവരും എന്തുവാ, ഇമേജ് ആയിട്ട് വരണം. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് കോൾഡ് ഓൺ ടു ഇഫ് ആൻഡ് ഓൺലി ഫോർ എവരി എലമെന്റ് ബി ബിലോങ്സ് ടു ബി ദർ ഈസ് ആൻ എലമെന്റ് എ ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ബി. അതായത് നമ്മുടെ കോഡൊമൈനകത്ത് ഏതൊരു എലമെന്റ് എടുത്താലും അത് ആരുടെയെങ്കിലും ഇമേജ് ആയിട്ട് കിട്ടണം. അങ്ങനെ എല്ലാ എലമെന്റിലും വരണം. അതാണ് ഓൺ ടു. ക്വാണ്ടിഫയർ ഉപയോഗിച്ച് ഫോർ ഓൾ ബി ദർ എക്സിസ്റ്റ് എ സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു ബി. ഇപ്പോൾ നോക്കിയേ ഓൺ ടു ആണോ നോക്കാം. എ ബി സി ഡിയിൽ നിന്ന് 1 2 3ലേക്ക് എഫ് ഓഫ് എ 3 എഫ് ഓഫ് ബി 2 എഫ് ഓഫ് സി 1 എഫ് ഓഫ് ഡി 3. അപ്പോൾ ഇവിടെ കോഡൊമൈൻ 1 2 3 ആണ്. അപ്പം 1 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്. അപ്പം ഓൺ ടു ആണ്. ഇപ്പോൾ കോഡൊമൈനകത്തെ എല്ലാ എലമെൻറ്റ്സും ആരുടെയെങ്കിലും ഇമേജസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് സ്ക്വയർ അത് വരുമോ, ഇൻഡിജേഴ്സിൻ്റെ കളക്ഷൻ വരത്തില്ല. കാരണം ഇപ്പം നമ്മളൊരു 3 എടുത്താൽ കോഡൊമൈനകത്തൊരു 3 എടുത്താൽ 3 ഒരു ഇൻഡിജറിൻ്റെ പോർട്ടും സ്ക്വയർ ആയിട്ട് വരത്തില്ല. ഓക്കെ. ബൈജക്റ്റീവ് എന്ന് വെച്ചാൽ 1 1 ഓൺ ടൂം കൂടെ ആകുമ്പോൾ, അതായത് ഇൻജക്ഷനും സർജക്ഷനും രണ്ടും കൂടെ ആകുമ്പോഴാണ് ബൈജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് 1 1 ഓൺ ടു 2 ചെക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കാര്യം പറയാം. ഞാൻ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നമ്മൾ +2 പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കത് അറിയാവുന്നതുമാണ്. എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് ക്യൂബ് അത് ബൈജക്ഷനാണ്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ നോക്കി. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡൊമൈനും എന്ന് വെച്ചാൽ ഒരു എലമെൻ്റ് എടുത്ത് അതിൻ്റെ ഇമേജ് അത് തന്നെ വരണം. അതാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഐ ഫ്രം എ ടു എ ഐ ഓഫ് എ ഈസിക്കൽ ടു എ ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് എ. ഇനി ഇൻവേഴ്സ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്തുവാ, ഇൻവേഴ്സ് വേണമെങ്കിൽ ആദ്യം ബൈജക്ഷൻ വേണം. എഫ് ഒരു ബൈജക്ഷൻ ആണ് എ ടു ബി. ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് എഫ് ഈസ് ദ ഫംഗ്ഷൻ ദാറ്റ് അസൈൻ ടു element b belongs to b the unique element a in a such that f of a is equal to b. The inverse image of f is denoted by f inverse of b is equal to a. അപ്പോൾ നോക്കി സിമ്പിൾ ആയിട്ട് ഇത്ര ഓർത്താൽ മതി. എഫ് ഓഫ് എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ബി ആയിരിക്കും. അതാണ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ.
അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അത് ബൈജക്റ്റീവ് ആണോ ചെക്ക് ചെയ്താൽ മതി. അപ്പം ഇൻവേർട്ടിബിൾ ആണോ ചെക്ക് ചെയ്യാൻ അത് 1 1 1 ആണോ ചെക്ക് ചെയ്താൽ 1 1 1 2 ആണെങ്കിൽ അതെന്തോ ബൈജക്റ്റീവ് ആണ്, അത് ഇൻവേർട്ടിബിൾ ആണ്. എന്നിട്ട് എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു വൈ എഴുതുക. അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു എന്താണ് വൈ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ, അതായത് എന്തുവാ വൈ മൈനസ് 1 ഈക്വൽ ടു എക്സ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് വെച്ചാൽ വൈ മൈനസ് 1. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മനസ്സിലായോ? എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് പ്ലസ് 1 ആണ്. അതിൻ്റെ ഇൻവേഴ്സ് എന്തുവാ? എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈസിക്കൽ ടു വൈ മൈനസ് 1. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. കോമ്പോസിഷൻ. G be a function from A to B, F be a function from B to C. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ജി, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ എഫ്. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷനെ നമ്മൾ എഫ് കോമ്പോസിഷൻ ജി എന്ന് വിളിക്കുന്നു. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ നമ്മൾ എഫ് ഓഫ് ജി ഓഫ് എ എന്ന് വിളിക്കുന്നു. അപ്പോൾ നോക്കി എ, അതിൻ്റെ ഇമേജ് ജി അപ്ലൈ ചെയ്യുമ്പോൾ ജി ഓഫ് എ, വീണ്ടും എഫ് അല്ലേ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് ദിസ് എലമെൻറ്റ് എഫ് ഓഫ് ജി ഓഫ് എ, അതിനെയാണ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ. എയ്ക്കകത്ത് എഫ് കോമ്പോസിഷൻ ജി അപ്ലൈ ചെയ്യുമ്പോൾ ഈ എലമെൻറ്റ് ഡയറക്റ്റ് കിട്ടുന്നു. അതാണ് കോമ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം നോക്കി എഫ് കോമ്പോസിഷൻ ജി എന്ന് വെച്ചാൽ ജി വേണം ആദ്യം, പിന്നെ എഫ് ആണ് എഫ് ഓഫ് ജി ഓഫ് എ. അപ്പോൾ എയ്ക്ക് ആദ്യമേ ജി അപ്ലൈ ചെയ്തിട്ടേ എഫ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജി വേണം ആദ്യം എഴുതാൻ. പിന്നെ ഇതേ പ്രോബ്ലംസ് നമ്മൾ +2 ചെയ്തിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 2x + 3, ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 3x + 2. എഫ് കോമ്പോസിഷൻ ജി എന്ന് എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് 3x + 2. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തുവാ 2x + 3. അപ്പോൾ എക്സിൻ്റെ അവിടെ നോക്കി ചേഞ്ച് വരെ 3x + 2 എന്ന് ഇട്ടാൽ മതി. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ജി കോമ്പോസിഷൻ എഫും അതേപോലെ. ഇനി കമ്മ്യൂട്ടേറ്റീവ് ലോ ഡസ് നോട്ട് ഹോൾഡ് ഫോർ കോമ്പോസിഷൻ. അതായത് ജി കോമ്പോസിഷൻ എഫ് എഫ് കോമ്പോസിഷൻ ജിയും സെയിം ആകണമെന്നില്ല. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഇനി എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഐ ആണ്. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഐഡൻറ്റിറ്റി ആണ്. അപ്പോൾ ഐ എ ആണോ ഐ ബി ആണോ നോക്കുമ്പോൾ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ആകുമ്പം ഐ ഓഫ് ബി ആണ്. അപ്പോൾ ഇവിടെ ബി എന്ന് എഴുതുമ്പോൾ ബി ഓർക്ക്, എ എഴുതുമ്പോൾ എ. ഇനി ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് എഫ് ഫ്രം എ ടു ബി, അതിൻ്റെ ഗ്രാഫ് സെറ്റ് ഓഫ് ഓൾ ഓർഡർ പെയർ സച്ച് ദാറ്റ് സെറ്റ് എ എഫ് ഓഫ് എ സച്ച് ദാറ്റ് എ എലമെൻറ്റ് ഓഫ് എ. 2n + 1 അതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇങ്ങനെ എലമെൻറ്റ്സ് എക്സ് എഫ് ഓഫ് എക്സ്, ഇങ്ങനെ എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ വൈ കിട്ടും, എഫ് ഓഫ് എക്സ് കിട്ടും. എന്നിട്ട് അത് ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതാണ്. സം ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഫ്ലോർ ഫംഗ്ഷൻ. The floor function assigns to the real number x largest integer that is less than or equal to x. ഫ്ലോർ ഫംഗ്ഷനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫ്ലോർ എന്ന് വെച്ചാൽ താഴെ, അപ്പോൾ താഴെയാണ് വരാം. അടുത്ത സീലിംഗ് ഫംഗ്ഷൻ ഉണ്ട്, അതാകുമ്പോൾ മേളിൽ. അതുകൂടെ നമുക്ക് നോക്കാം. സീലിംഗ് ഫംഗ്ഷൻ ആകുമ്പോൾ ഇങ്ങനെ. അപ്പോൾ എന്തോ പറഞ്ഞേ, ഫ്ലോർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. സീലിംഗ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പം നമ്മുടെ ഫ്ലോർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്, കണ്ടോ? ഇങ്ങനെ തീരുന്നിടത്താണ് വട്ടം. സീലിംഗ് ഫംഗ്ഷൻ ആകുമ്പോൾ തുടങ്ങുന്നിടത്താണ് വട്ടം. ആ രീതിയിൽ അത് മനസ്സിലാക്കി പഠിക്കണം. 2x ഗ്രാഫ്, 2x സീലിംഗ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇങ്ങനെ വെച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് 2x 0 ആകുമ്പോൾ x 0, 2x 1 ആകുമ്പോൾ x 0.5 അങ്ങനെ വരച്ച് നമ്മൾ ഓരോന്ന് വരയ്ക്കണം. മനസ്സിലാക്കി ഇത് വരയ്ക്കണം കേട്ടോ. ഞാൻ സ്പീഡിൽ അങ്ങ് പോവുക, നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. കണ്ടോ 3.1ൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ 3ഉം സീലിംഗ് ഫംഗ്ഷൻ 4ഉം ആണ്. ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ ചോദിക്കുമേ, ശരിക്കും അത് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. കണ്ടോ ഇതാ പ്രൂവ് ദാറ്റ്. കണ്ടോ ഈ ക്വസ്റ്റ്യനൊക്കെ പ്രൂവ് ഓർ ഡിസ്പ്രൂവ്.
അപ്പോൾ ഡിസ്പ്രൂവ് തെറ്റിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കാണിച്ച് ഇവിടെ തെറ്റിച്ചേക്കുവാണ്. ഇതൊക്കെ എ പാർട്ടിലും ബി പാർട്ടിലും ഒക്കെ ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശരിക്കും എഴുതി പഠിക്കണം. ഫാക്ടോറിയൽ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ഈസിക്കൽ എൻ ഫാക്ടോറിയൽ, എഫ് ഓഫ് 0 ഫാക്ടോറിയൽ 1 ആണ്, അത് ഓർത്തോണം. ഓക്കെ.